Hey everybody, welcome back to the classes. Thank you so much for joining today. So ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 15ാമത്തെ ക്ലാസ് ആണ് അല്ലേ. നമ്മൾ ഓരോ ദിവസവും ലൈഫിലുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളിൽ നോക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ അപ്പോളജൈസ് ചെയ്യാം, എങ്ങനെ സോറി പറയാം എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ സോറി പറയേണ്ട സിറ്റുവേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പലപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലേ. സപ്പോസ് വി ആർ ഗോയിങ് ഇൻ എ ഹറി ആൻഡ് വി ബംപ്ഡ് ഓൺ ടു സംബഡി. Or we reach late for the classes or late for the meeting, or we forgot to call back a friend. അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ്. ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിന് എത്താൻ ലേറ്റായി, അല്ലെങ്കിൽ ക്ലാസ്സിലെത്താൻ ലേറ്റായി, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, വിളിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരാളുടെ ദേഹത്ത് ഇടിച്ചു, അല്ലെങ്കിൽ ഒരാളെ കാലിൽ ചവിട്ടി. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് സോറി പറയേണ്ടി വരും അല്ലേ. സോറി ഈസ് എ വേർഡ് വിച്ച് വി യൂസ് ഫ്രീക്വൻ്റ്ലി ഇൻ അവർ ഡെയിലി ലൈഫ്. സോ ചില സിറ്റുവേഷനിൽ നമ്മൾ വെറുതെ ഒരു സോറി പറഞ്ഞാൽ മതിയാകില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാധനം കൊണ്ടുവരാൻ മറന്നുപോയി, അല്ലെങ്കിൽ എത്താൻ ഒരു 10 മിനിറ്റ് ആയി, അപ്പോൾ നമ്മളൊരു പക്ഷേ ജസ്റ്റ് സോറി പറഞ്ഞാൽ മതിയായിരിക്കും. നേരെ മറിച്ച് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറി. ഇപ്പോൾ വീട്ടിൽ നമ്മൾ മക്കളെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ്, ഇപ്പോൾ ചില ആളുകളുടെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ഒരാളെടുത്ത്, ചിലപ്പോൾ നമ്മുടെ കൊളീഗിൻ്റെ അടുത്താവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരടുത്തെങ്കിലൊക്കെ ആവാം. സോ അവിടെയൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് സോറി എന്ന് പറഞ്ഞാൽ മതിയാവില്ല അല്ലേ. കുറച്ചുകൂടി സിൻസിയർ ആയിട്ടുള്ള, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്പോളജീസ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പം നമ്മുടെ കമ്പനി ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ട എത്തിച്ചു കൊടുക്കേണ്ട ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അത് എത്തിച്ചു കൊടുക്കാൻ വൈകി, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വൈകി, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത പ്രോഡക്റ്റ് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അയക്കാനുണ്ടായിരുന്നു, ആ റിപ്പോർട്ട് നമ്മൾ മാറി അയച്ചു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വറി വന്നിരുന്നു, ഒരു എൻക്വയറി വന്നിരുന്നു, അതിന് റെസ്പോണ്ട് ചെയ്യാൻ വൈകിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ സിറ്റുവേഷൻസും വരാം. സോ അവിടെയും നമ്മൾ എന്ത് മതിയാവില്ല, ജസ്റ്റ് ഒരു സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് അപ്പോളജൈസ് ചെയ്യേണ്ടി വരും. ആ തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് മാത്രമല്ല, അതുകൊണ്ടുണ്ടായ കോൺസിക്വൻസസിന്, ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ പറയേണ്ടി വരും. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. സോ ഇത്തരം പ്രൊഫഷണൽ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഫോണിൽ അവരെ വിളിച്ച് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇമെയിൽ റൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. സോ അവിടെയൊക്കെ നമ്മൾ അപ്പോളജിയുടെ വിവിധ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ യൂസ് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള അപ്പോളജറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ നോട്ട്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഇപ്പോൾ ഒരു കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇമെയിലൊക്കെ എഴുതാൻ ആവശ്യമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള 2 ഇമെയിൽ സാമ്പിൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ വൈകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വറിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വൈകിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇമെയിലിൻ്റെ സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ കോഴ്സിൽ തന്നെ ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് വരുന്നുണ്ട്. എന്നാലും ഇത് നിങ്ങൾക്ക് ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന അപ്പോളജിയുമായി ബന്ധപ്പെട്ട, സോറിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ ഡിഫറെൻറ്റ് സിനാരിയോസ്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ വരുന്ന ഒരു 4, 5, 6 മറ്റോ കോൺവെർസേഷൻ്റെ സാമ്പിൾസും അതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. So what I am trying to tell is, apologizing doesn't mean that just telling sorry. ജസ്റ്റ് ഒരു സോറി പറയൽ മാത്രമല്ല അപ്പോളജൈസ് ചെയ്യാന്ന് പറയാം. ചില സിറ്റുവേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോളജൈസ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് വൺസ് അഗെയിൻ. ടുഡേ ഈസ് ക്ലാസ് 29 ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് 15. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ ലൈഫിലെ ഓരോ സിറ്റുവേഷൻ എങ്ങനെ ഇംഗ്ലീഷിൽ മാനേജ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതേപോലെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ സൈഡ് ബൈ സൈഡായിട്ട് നടക്കുന്നുണ്ട്. ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. സോ എല്ലാ ക്ലാസ്സുകളും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ജസ്റ്റ് ഇപ്പം നമ്മൾ ഒരാളുടെ കാലിൽ തട്ടുകയോ, അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടി ഒരാളുടെ വേറെ എന്തെങ്കിലും ഒന്ന് വീണുപോയി, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ഐ എം സോറി എന്ന് പറഞ്ഞാൽ മതി. ഐ എം സോറി, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സോറി അല്ലെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, മൈ ബാഡ്,
ഓ മൈ ബാഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ഫാൾട്ട് എന്നൊക്കെ പറയാം. അതെൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിൽ മൈ ബാഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ഫാൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഓ ഐ എം സോറി എന്നൊക്കെ പറയാം അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം, ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. നീ എന്താണ്, ഞാൻ 10-15 മിനിറ്റായി നിന്നെ വെയിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ബസ് പോയില്ലേ എന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മളെ എത്താൻ വൈകുമ്പോൾ അല്ലേ, ഓ ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അപ്പം എനിക്ക് വളരെ ഖേദം തോന്നുന്നു വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് അങ്ങനെ എന്ത് പറയാം, ജസ്റ്റ് സോറിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ ഐ എം റിയലി സോറി, അല്ലെങ്കിൽ ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഉപയോഗിക്കുന്ന വേറൊരു സെൻറ്റൻസ് ആണ് സോറി ഫോർ ദ മെസ്. സോറി ഫോർ ദ മെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ ഒന്നുകിൽ വൈകി അതുകൊണ്ട് ഇപ്പുറത്ത് കുറേ മെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയാന്ന് പറയില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഓഫീസിലാണെന്ന് വിചാരിച്ചോ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൈ കെട്ടിയിട്ട് ആരെങ്കിലും ടേബിളിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലും വീണു, അല്ലെങ്കിൽ ഒരു ഫയൽ വീണു. സോ ആ ഫയൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പെൻ സ്റ്റാൻഡും ആയിരിക്കും വീണിട്ടുണ്ടാവുക. അതെല്ലാം കൂടി താഴേക്ക് മറിഞ്ഞ് അതിലുള്ള സാധനങ്ങളൊക്കെ കൂടി അവിടെ പരന്ന് ആകെ കൂടി ഒരു മെസ്സായി എന്നാണ് പറയുക. സോ സോറി ഫോർ ദ മെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത കാര്യം കൊണ്ടുണ്ടായ ആ മെസ്സിന്, ആ ഒരു അലങ്കോലത്തിന് സോറി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സോറി ഫോർ ദ മെസ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സോറി എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് സോറി പറയാം. ഇനി നമ്മളിപ്പോൾ ഒരാളുടെ ഫീലിംഗ് ഹേർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളൊരാളോട് വളരെ റൂഡായിട്ട് സംസാരിച്ചു, വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഫീലിംഗ് ഉണ്ടായി, മെൻ്റലി ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും നമ്മുടെ ഉള്ളിൽ, ശരിക്കും ഈ സോറി അല്ലെങ്കിൽ അപ്പോളജൈസിങ് ഒക്കെ എന്ത് വേണമെന്നറിയോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലേ. നമ്മളൊരു ഭംഗിക്ക് വേണ്ടി സോറി പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ആ സോറിയുടെ ഒരു എന്തുണ്ടാവുള്ളൂ, ഒരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു സോറി വന്നാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരാളുടെ ഒരു എന്തെങ്കിലും ഫീലിങ്സ് അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻസിനെ നമ്മൾ ഹേർട്ട് ചെയ്തു, അവർക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പെരുമാറി, അപ്പോൾ അവിടെ നമ്മൾ സോറി പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് സോറി എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ സിൻസിയറായിട്ട്, കുറച്ചുകൂടി ഡീപ്പ് ഫ്രം യുവർ ഹാർട്ട് യു ഹാവ് ടു സേ ദ സോറി. സോ അത്തരം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന ചില സെൻറ്റൻസുകളാണ്. ഇപ്പോൾ ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ്. എന്താണ് ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് അല്ലേ. സോ അത് നമ്മൾ പറയുന്ന പോലത്തെ ഒരു സോറിയാണത്. ജസ്റ്റ് സോറി പറയുന്നതിന് പകരം ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ് എന്നൊക്കെ നമ്മൾ വളരെ ഭവ്യതയോടുകൂടി പറയേണ്ടതുണ്ട് അത്തരം സിറ്റുവേഷനിൽ. ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐ ഫീൽ ടെറിബിൾ അബൌട്ട് ഇറ്റ്. ഐ ഫീൽ ടെറിബിൾ അബൌട്ട് ഇറ്റ് എന്താണ്, എനിക്കത് അതിനെപ്പറ്റി ഓർക്കാൻ തന്നെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അത്രയും ഖേദത്തിലാണ് ഉള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ്. ഐ ഫീൽ ടെറിബിൾ അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയും ഞാനും എൻ്റെ ഉള്ളിലും വിഷമമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. എന്താണ് ഐ ഡിഡിൻ്റ് ആണ്. സോ അത് പറയുമ്പോൾ ഐ ഡിഡ്ന്റ് എന്ന് പറയും. സോ ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഞാൻ നിന്നെ അങ്ങനെ വിഷമിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണത്. ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഞാൻ നിന്നെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഐ ഫീൽ ടെറിബിൾ അബൌട്ട് ഇറ്റ്. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് മാറി യൂസ് ചെയ്യാം. സോ ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഞാൻ നിന്നെ അങ്ങനെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാലേ, ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സ്റ്റൈലാണ് ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. അതുപോലെ അവിടെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് ഇറ്റ് ബാക്ക്. എന്താണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് ഇറ്റ് ബാക്ക്. ഞാൻ ആ ചെയ്തത് തിരിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ അറിയാതെ ചെയ്തും പോയി, ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഐ വിഷ് ഐ കുഡ് ടേക്ക് ഇറ്റ് ബാക്ക്. എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ ഇതുപോലെ നമ്മളൊരാളുടെ ഫീലിംഗ് ഹേർട്ട് ചെയ്താൽ നമുക്ക് അപ്പോളജി ചെയ്യുമ്പോൾ വെറുതെ സോറി പറയുന്നതിന് പകരം പറയാൻ പറ്റും. അതുപോലെ പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. ഫോർഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്ഷമിക്കാം, അതായത് മാപ്പ് തരിക, മാപ്പ് കൊടുക്കുക എന്ന് പറയില്ലേ. സോ പ്ലീസ് ഫോർഗിവ് മീ, നീ എനിക്ക് മാപ്പ് തരണം. അതുപോലെ ക്യാൻ വി സ്റ്റാർട്ട് ഓവർ. ക്യാൻ വി സ്റ്റാർട്ട് ഓവർ. എന്താ ക്യാൻ വി സ്റ്റാർട്ട് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞ് അവരോട് സോറിയൊക്കെ പറഞ്ഞിട്ട് സോ നൗ ക്യാൻ വി സ്റ്റാർട്ട് ഓവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് ആദ്യം മുതലേ തുടങ്ങുക എന്ന് വെച്ചാൽ നല്ലപോലെ നല്ല ബന്ധത്തിലായിട്ട് തുടങ്ങുന്നതിനാണ് സ്റ്റാർട്ട് ഓവർ എന്ന് പറയുക. സോ നമുക്കതൊക്കെ മറന്നിട്ട് വീണ്ടും നല്ല പോലെ ആവാം, പഴയ പോലെ നല്ല സൗഹൃദത്തിലാവാം എന്ന് പറയുന്നതാണ് ക്യാൻ വി സ്റ്റാർട്ട് ഓവർ എന്ന് പറയുന്നത്. സോ ഇത്തരം സെൻറ്റൻസുകളൊക്കെ നമ്മുടെ നോട്ട്സിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചിലപ്പം കുട്ടികളൊക്കെ വഴക്കൊക്കെ പറയും, അവരൊക്കെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഐ ഡിഡ് മീൻ ടു ഹേർട്ട് യു. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ ഐ വിഷ് ഐ കുഡ് ടേക്ക് ഇറ്റ് ബാക്ക്, എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്പോളജീസ് ആണ്. സോ ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഓഫ് അപ്പോളജീസ് നോക്കി. ഒന്ന് നമ്മൾ ജസ്റ്റ് സിമ്പിൾ സോറി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ഒന്ന് നമ്മൾ ഇതുപോലെ ഒരാളുടെ ഫീലിംഗ് ഹേർട്ട് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചില സെൻറ്റൻസുകളും നമ്മളിപ്പോൾ നോക്കി. ഇനി നമുക്ക് ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ യൂസ് ചെയ്യാവുന്ന ചില അപ്പോളജിയുടെ ചില സെൻറ്റൻസുകൾ നോക്കാം. ഇപ്പോൾ അത്തരം സിറ്റുവേഷനിൽ കൂടുതലും നമ്മൾ നമ്മുടെ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും പറയുക. സോ അപ്പോൾ ഐ എന്ന് പറയുന്നതിന് പകരം വി എന്നാണ് നമ്മൾ കൂടുതലും അത്തരം സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഒരു സ്ഥാപനത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ വി അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസസ്. വി അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസൗകര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ. സോ ആ ഡിലേ കൊണ്ട് അല്ലെങ്കിൽ എന്താണോ നമ്മളെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച, ആ വീഴ്ച കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സോ വി അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇതൊക്കെ നമ്മൾ ഇമെയിൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഫോർമൽ സിറ്റുവേഷൻസിൽ, അതായത് ഓഫീസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനോട് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളാണ്. അല്ലെങ്കിൽ പ്ലീസ് അക്സെപ്റ്റ് അവർ സിൻസിയർ അപ്പോളജീസ്. പ്ലീസ് അക്സെപ്റ്റ് അവർ സിൻസിയർ അപ്പോളജീസ്, അതായത് ഞങ്ങളുടെ ആത്മാർത്ഥമായ ഈ ക്ഷമാപണം നിങ്ങൾ സ്വീകരിച്ചാലും. അല്ലെങ്കിൽ വി ആർ റിയലി സോറി ഫോർ ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ്. വി ആർ റിയലി സോറി ഫോർ ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ്. ഞങ്ങൾ പ്രതികരിക്കാൻ ഡിലേ വന്നതിൽ, കാലതാമസം വന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമ ചോദിക്കുന്നു. അതുപോലെ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നിങ്ങളുടെ ക്ഷമക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡിലേ വന്നെങ്കിലും അവർ നമ്മളുടെ അടുത്ത് ഓർഡർ ക്യാൻസൽ ചെയ്യാതെ അവർ നമ്മളെ തെറി വിളിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാമെന്ത്, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നിങ്ങളുടെ പേഷ്യൻസിന്, നിങ്ങളുടെ ക്ഷമക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ ഇതുപോലെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്പോളജിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ വി റിഗ്രറ്റ് ദ എറർ ആൻഡ് പ്ലീസ് അലൗ അസ് ടു കറക്റ്റ് ഇറ്റ്. അതായത് ആ സംഭവിച്ച തെറ്റിൽ റിഗ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖേദിക്കുക അല്ലേ. സോ വി റിഗ്രറ്റ് ദ എറർ, ആ ഉണ്ടായ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ആൻഡ് പ്ലീസ് അലൗ അസ് ടു കറക്റ്റ് ഇറ്റ്, അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അപ്പോളജി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ എഴുതുമ്പോഴും അതുപോലെ ഫോൺ കോൾ ചെയ്യുമ്പോഴൊക്കെ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഓഫീസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു സോറി പറയുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ നമ്മൾ വെറുതെ ഒരു സോറി പറയണോ, അതല്ല കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കിയിട്ട് പറയണോ എന്നുള്ളത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അല്ലെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ 2-3 സിറ്റുവേഷൻസ് ഇവിടെ കണ്ടു. അതേപോലെ ഈ കണ്ട 3 സിറ്റുവേഷൻസിലും ഉള്ള നമ്മളിപ്പോൾ പറഞ്ഞ ഈ സെൻറ്റൻസുകളുണ്ട്, അത് യൂസ് ചെയ്തിട്ടുള്ള ചില കോൺവെർസേഷണൽ സാമ്പിൾസ്, അതിൻ്റെ സ്ക്രിപ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങളിത് പ്രാക്ടിക്കലി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ഇവിടെ വായിക്കാം. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ ആണ്, ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അനു ആൻഡ് സാബു. ഓക്കെ, സോ അനു ചോദിക്കുകയാണ്, ഡിഡ് യു ബ്രിങ് ദ നോട്ട്സ് ഐ ആസ്ക്ഡ് ഫോർ. ഞാൻ ചോദിച്ച നോട്ട്സ് നീ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ്. സോ സാബു എന്ന് പറയുന്നത്, ഓ ഐ സ്ലിപ്ഡ് മൈ മൈൻഡ്. നോക്കൂ, ഐ സ്ലിപ്ഡ് മൈ മൈൻഡ്, ഐ എം സോറി. എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞ നോട്ട്സ് കൊണ്ടുവന്ന് വെച്ചാൽ ഐ സ്ലിപ്ഡ് മൈ മൈൻഡ്, അതെൻ്റെ മനസ്സിൽ നിന്ന് പോയി, ഐ എം സോറി, ക്ഷമിക്കണം കേട്ടോ. നോക്കൂ, സോ അതൊരു നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ദാറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്, എൻ്റെ മനസ്സിൽ നിന്നത് പോയി, ഞാൻ പെട്ടെന്ന് ഔട്ട് ഓഫ് മൈൻഡ് ആയി എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ അനു എന്ത് പറയുന്നു, നോ വറീസ് യു ക്യാൻ ഷെയർ ദം ടുമോറോ. കുഴപ്പമില്ല, നോ വറീസ്, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ നോ വറീസ് യു ക്യാൻ ഷെയർ ദം ടുമോറോ, അത് കുഴപ്പമില്ല, നീ നാളെ ഷെയർ ചെയ്ത് തന്നാൽ മതി നോട്ട്സ്. സാബു, അബ്സല്യൂട്ട്ലി, ഐ വിൽ മേക്ക് ഷുവർ ഐ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് അഗെയിൻ. ഐ വിൽ മേക്ക് ഷുവർ
I will not forget it again. എന്ന് വെച്ചാൽ ഞാൻ ഇനി അത് മറക്കില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തും. അപ്പോൾ അവിടെ നോക്കൂ നിങ്ങൾ, നമ്മളെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും വേണം. പിന്നെ എന്ത് ചെയ്യണം, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് നമ്മളൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് കൊടുക്കുകയൊക്കെ വേണം. അതൊക്കെ ഒരു പ്രൊഫഷണൽ വേ ഓഫ് അപ്പോളജൈസിങ് ആണ്. നമ്മൾ വെറുതെ സോറി പറഞ്ഞ് അങ്ങോട്ട് വിടുന്നതിന് പകരം ആ തെറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് മറ്റേ ആൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക, ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. ഇതൊക്കെ പ്രൊഫഷണലീസാണ്. സോ അതിൻ്റെയൊക്കെ സാമ്പിൾസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇതേപോലെ ഒരു 5-6 കോൺവെർസേഷൻസ് ഉണ്ട്, ചെറുതാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ചില പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൽ ചില ഇമെയിൽസ്, 2 ഇമെയിൽസിൻ്റെ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഒരു അപ്പോളജി ഇമെയിൽ അയക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് അതിലുള്ള സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. We sincerely apologize for delay in delivering your പ്രോഡക്റ്റിൻ്റെ പേരോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി സിൻസിയർലി അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഫോർ ദ ഡിലേ ഇൻ ഡെലിവറിങ് യുവർ ഇപ്പോൾ റെഫ്രിജറേറ്റർ ആണെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ റെഫ്രിജറേറ്റർ സമയത്ത് എത്തിക്കാൻ സാധിക്കാതിരുന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമ ചോദിച്ചു. സോ അവിടെ ആ ഒരു സെൻറ്റൻസ് ഒരു ജനറൽ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വി സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ഡിലേ ഇൻ ഡെലിവറിങ് യുവർ എന്ന് പറഞ്ഞിട്ട് ഏതാണോ പ്രോഡക്റ്റ് വെച്ചാൽ ആ പ്രോഡക്റ്റിൻ്റെ പേര് അവിടെ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. ദ ഡിലേ വാസ് കോസ്ഡ് ബൈ, ആ ഡിലേ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണമാണ് പിന്നെ പറയേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ടെക്നിക്കൽ ഇഷ്യൂ, അപ്രതീക്ഷിതമായ ചില ടെക്നിക്കൽ കാരണങ്ങളാൽ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഇമെയിലിൽ എഴുതുക. അല്ലെങ്കിൽ ഡിലേ ഫ്രം സപ്ലൈ ചെയിൻ, സാധനം സപ്ലൈ വരാനുണ്ടായ ഡിലേ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റീസൺ പറയാം. ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻകൺവീനിയൻറ്റ് ദിസ് മസ്റ്റ് ഹാവ് ബീൻ ഫോർ യു. ആൻഡ് വി അണ്ടർസ്റ്റാൻഡ്, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഹൗ ഇൻകൺവീനിയൻറ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫോർ യു, നിങ്ങൾക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നോക്കൂ, എത്ര ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്പോളജറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിന് നമ്മൾ സാധനം സമയത്തിന് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ തെറ്റാണ്. ഇപ്പുറത്ത് പല റീസൺ ഉണ്ടാവും, പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത് ന്യായീകരിച്ച് അത് കുറച്ച് സമയമൊക്കെ എടുക്കുമ്പോൾ സാധനം വരാൻ വൈകി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ. സോ അത്തരം ഒരു റിഗ്രറ്റോട് കൂടി ഒരു ഇമെയിലൊക്കെ എഴുതുമ്പോൾ ഇതുപോലെ ഉള്ള നിങ്ങൾക്കത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒക്കെ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്ലീസ് ബി അഷ്വർഡ് ദാറ്റ് അവർ ടീം ഈസ് വർക്കിംഗ് ടു കംപ്ലീറ്റ് യുവർ ഓർഡർ ആൻഡ് വി ഹാവ് ടേക്കൺ സ്റ്റെപ്സ് ടു എൻഷുർ ദിസ് സിറ്റുവേഷൻ ഡസൻറ്റ് ഹാപ്പൻ അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഞങ്ങളുടെ ടീം അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും മുൻകരുതലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കസ്റ്റമറോട് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് ഇതിൽ അപ്പോളജൈസ് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ വെറും ഒരു സോറി പറഞ്ഞാൽ മതിയോ അതോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണോ എന്നുള്ളത്. സോ അതിൻ്റെയൊക്കെ പിന്നെ ഇതേപോലെ വേറൊരു ഇമെയിലിൻ്റെ സ്ട്രക്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും അത്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ quick look on how to say sorry professionally or how to say sorry depending on the situation. In some cases, instead of saying just a sorry, we will have to elaborate the reason for the happenings and what are the solutions we are going to put forward and what are the steps we are going to take for not repeating it, right? So understand the situation and use proper statements of apology so that you will sound professional and natural. Okay, so having said that, let me wind up today's session. So I believe that this was very useful to you. We'll see you with an exciting and useful English lesson tomorrow. Till then, goodbye.